കൂടുതൽ നിങ്ങളെ അടിയിൽ നിന്ന് വസലാകല്ലെന്ന് കരുതിയിട്ട് വസലാകല്ലെന്ന് കരുതിയിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ്, ഞാൻ എൻ്റെ മുമ്പ് കേരളം നടത്തിയിരുന്നു, മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ വന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇന്ന് ഒരു കല്യാണ കുടുംബത്തിൽ ഉണ്ടായിട്ടും കൂടി അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കേരളത്തിൻ്റെ ക്ഷണം പ്രത്യേകിച്ച് നമ്മളെ ഹിമ പോലുള്ള. കാരണം ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളെയും കൂടി ഇതുപോലത്തെ അതേപോലെ ഹിമ പോലത്തെ അതേപോലെ നമ്മളെ ക്യാൻസർ സെൻറ്റർ പോലത്തെ നമ്മളിങ്ങനെ ടൂർ അതിൽ ഇതിലൊക്കെ പോകേണ്ടി വരുന്നവർക്കും മറ്റോടത്തും മറ്റുണത്തിനൊക്കെ ടൂറുകളും മറ്റും കുറച്ചൊക്കെ പോകും. അപ്പം ഇതുപോലത്തെ ഒരു സെൻറ്ററിലേക്ക് വന്ന് കാണിച്ചു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ പിന്നെ അശരണ ആയവർക്ക്, അതായത് കുടുംബമുണ്ട് ഇവിടെ എല്ലാ ആളുകൾക്കൊക്കെ, എല്ലാവരും കുടുംബമില്ലാത്ത ആളുകളൊന്നുമില്ല, പല കാരണത്താൽ പിന്നെ ഉപേക്ഷിക്കപ്പെട്ടവർ അത്താണിയില്ലാത്തവർ അങ്ങനെ വന്ന് ഇവിടെ താമസിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ ഇപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞു, നമ്മളെ സിദ്ദീഖ് സാറ് പറഞ്ഞു, പിന്നെ ഭിന്നശേഷിക്കാർ, അതേപോലെ ഭിന്നശേഷിൻ്റെ ഇങ്ങനത്തെ കേന്ദ്രങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ എങ്ങോട്ടൊക്കെയാണ് നമ്മൾ സഹായിക്കുന്നത്. എനിക്ക് ഇതുപോലത്തെ ഭിന്നശേഷിക്കാർ താമസിക്കുന്ന, അതേപോലെ വൃദ്ധസദനം പോലത്തെ ഇങ്ങനത്തെ ആളുകൾ താമസിക്കുന്ന സ്ഥാപനങ്ങൾക്ക്, കാരണം ഒരുപാട് ചിലവുകളുണ്ട്. അതേപോലെ ക്യാൻസർ സെൻറ്റർ, ഡയാലിസിസ് സെൻറ്റർ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഡയാലിസിസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ എന്താ വെച്ചാൽ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ എത്ര ഡയാലിസിസ് 7 യൂണിറ്റ് പിന്നെ ഡയാലിസിസ് സെൻറ്റർ ഉണ്ട്, ഇവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ സഹായിക്കാനുള്ള നമ്മളെ ചാനലിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ച് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളെ ഈ പരിപാടിയിൽ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ സിദ്ദീഖ് സാറ്, പിന്നെ ഇവിടെ 2-3 വ്യക്തികൾ വേറെ ഉണ്ട്, അതുപോലെ ട്രാവൽസ് പരമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പിന്നെ സംഗതികളൊക്കെ എനിക്ക് പറയാനറിയില്ല, ബാക്കി പല അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.